നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ശുക്രന്റെ രാശിമാറ്റ ഫലമാണ് പറയുന്നത്. ശുക്രൻ രാശി മാറുകയാണ്. ശുക്രൻ ഇപ്പോൾ നിൽക്കുന്ന കുംഭം രാശിയിൽ നിന്ന് 2025 ജനുവരി 28 രാശി മാറുകയാണ്. കാലത്ത് 7:02 രാശി മാറി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്കാണ് എത്തുന്നത്. ശുക്രന്റെ മീനം രാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ രാശിക്കൂറുകാരെയും എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ 12ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ധനലാഭം, വസ്ത്ര, ആഭരണ, പുഷ്ടി എന്നിവയൊക്കെയാണ് ഫലമായി പറയേണ്ടത്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ 11ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണ സൗഖ്യം, ബന്ധുഗുണം, ധനലാഭം എന്നിവയൊക്കെ ഫലമായി പറയണം. ഇനി നമുക്ക് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രന്റെ രാശിമാറ്റ ഫലം ഒന്ന് നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ 10ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. ജന്മരാശിയുടെ 10ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് മൂലം മത്സരങ്ങൾ നേരിടേണ്ടി വരിക, മാനഹാനി ഇവയൊക്കെയാണ് ഫലമായിട്ട് പറയേണ്ടത്. ഇനി നമുക്ക് കർക്കിടക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റ ഫലം നോക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ 9ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുക, അതിലൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുക, കൂടാതെ കുടുംബ സൗഖ്യത്തിനും സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റ ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ 8ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആഡംബര വസ്തുലാഭം, ദാമ്പത്യ സൗഖ്യം, വസ്ത്രലാഭം എന്നിവയൊക്കെ ഫലമായി പറയണം. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റ ഫലം നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ 7ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ മൂലം ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഫലമായി പറയണം. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റ ഫലം നോക്കാം. തുലാക്കൂറിന്റെ അധിപൻ തന്നെയാണ് ശുക്രൻ. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ 6ാം ഭാവത്തിൽ നിൽക്കിയാൽ ശത്രുപീഡ, രോഗം എന്നിവയൊക്കെ ഫലമായി പറയണം. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ 5ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ധനലാഭം, പുത്രസൗഖ്യം, ബന്ധുഗുണം, ഗുരുജനങ്ങളുടെയൊക്കെ പ്രീതി ഇവയൊക്കെയാണ് ഫലമായി പറയേണ്ടത്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ 4ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധുസൗഖ്യവും ഐശ്വര്യവുമാണ് ഫലമായി പറയേണ്ടത്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റ ഫലം നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ 3ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾക്കൊക്കെ ആദരണീയത്വം ലഭിക്കുക, ധനലാഭം, ബഹുമാന സിദ്ധി, വസ്ത്രലാഭം, ശത്രുനാശം ഇവയൊക്കെ ഫലമായി പറയണം. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റ ഫലം നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂർട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ 2ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ധന അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. അലങ്കാര വസ്തുക്കളുടെയും ആഡംബര വസ്തുക്കളുടെയും ഒക്കെ ലാഭം, അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, കുടുംബ സൗഖ്യം എന്നിവയൊക്കെയാണ് ഫലമായി പറയേണ്ടത്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ശുക്രന്റെ രാശിമാറ്റ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്നത് പുരുട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണ സൗഖ്യം, കുടുംബ സൗഖ്യം, ശയനസൗഖ്യം, വസ്ത്രാഭരണാദി ലാഭം ഇവയൊക്കെ ഫലമായി പറയണം. 12 രാശിക്കൂറുകാരുടെയും ശുക്രന്റെ രാശിമാറ്റം മൂലമുള്ള ഫലത്തെയാണ് പറഞ്ഞത്. ഇത് ശുക്രന്റെ മാത്രം രാശിമാറ്റ ഫലമാണ്. മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ രാശിസ്ഥിതി മൂലമുള്ള ഫലങ്ങളെ കൂടി ചിന്തിച്ചു വേണം ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ വിലയിരുത്തുവാൻ. ഇത് അറിവിലേക്കായിട്ട് മാത്രം പറഞ്ഞാണ്. ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളവർ ദേവീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകൾ ചെയ്യുക, ദേവീ പ്രീതി വരുത്തുക, പ്രാർത്ഥനകൾ ചൊല്ലുക. എല്ലാവർക്കും ശുക്രന്റെ രാശിമാറ്റം അനുകൂല ഫലങ്ങളെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.